ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചോറ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അതിന് ഒരു 2 ഗ്ലാസ് അളവിൽ ചോറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു ഗ്ലാസ് ചോറ് അരച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതാ 2 ഗ്ലാസ് ചോറും ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ചോറെടുത്ത ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് അളവിലാണ് ഞാനിവിടെ അരിപ്പൊടി ചേർത്തിട്ടുള്ളത്. പച്ചരിയുടെ പൊടിയാണ് കേട്ടോ ഇത്. പിന്നെ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് മുറിച്ചതും 2 3 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇഞ്ചി ചതച്ചതും പിന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഒരുപാട് ലൂസായി പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതൊരു വടയുടെ ഷേപ്പിലേക്ക് നമുക്ക് മാറ്റാം. അതിനെ കൈ നനച്ചിട്ട് വേണം മാവ് എടുക്കാൻ, ഇല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇതാ ഇതുപോലെ നടുവിൽ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കുറച്ചൊന്ന് വെന്ത ശേഷം വേണം ഇളക്കാൻ. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. 2 ഗ്ലാസ് ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വടയൊക്കെ ഉണ്ടാക്കിയത്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇപ്പം തന്നെ ഇതിൻ്റെ ക്രിസ്പിനെസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ ടേസ്റ്റിയായ ഒരു വടയാണ് കേട്ടോ ഇത്.